തിരുവചനത്തിലെ അത്ഭുത രഹസ്യങ്ങൾ അടിയനു പകർന്നു തരൂ. തിരുവേദമതിന്നുറവുകളതിനാൽ അനേകരുണർന്നിടട്ടെ. തിരുവേദമതിന്നുറവുകളതിനാൽ അനേകരുണർന്നിടട്ടെ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 33 സങ്കീർത്തനം അതിൻ്റെ 4 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു എന്ന വചനം. യഹോവയുടെ വചനം നേരുള്ളതാണെന്ന് 33 വർഷമായിട്ട് ഞാനത് അനുഭവിച്ചറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വചനം എന്തു പറയുന്നു അത് അതേപടി നമ്മളിന്ന് കേട്ടാൽ, ദൈവത്തിൻ്റെ ജനമേ, നമ്മളോട് യഹോവ സംസാരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ കുറവുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. യഹോവയുടെ വചനം എന്ന് പറഞ്ഞാൽ ഇരുവാഴ്ത്തല മൂർച്ചയുള്ള വാളാണ്. അത് പ്രസംഗിക്കുന്നവരെയും കുത്തും, കേൾക്കുന്നവരെയും കുത്തും. ആ കുത്ത് കൊണ്ടെങ്കിൽ തിരുവചനത്തിലെ അത്ഭുത രഹസ്യങ്ങൾ നമ്മൾ കാണും. നമ്മുടെ കുറവവശങ്ങൾ ഇറക്കി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പാപം പിരിയ സ്ഥാനത്ത് ഏറ്റവും അധികം കൃപ തന്ന കർത്താവ് നിറയ്ക്കും. ഇത്രേ കാലത്തെ കൗൺസിലിംഗ് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കടന്നു വരുന്ന ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനത്തിൽ നിന്ന് തന്നെ ഏത് വിഷയത്തിനും ഉത്തരം തന്ന് ആ വചനമാണ് അവരെ കേൾപ്പിക്കുവാനിട വരുത്തുന്നത്. ഞാനത് മനസ്സിലാക്കുന്നു. യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. സത്യമാണ് ദൈവമക്കളെ. വചനം എന്തു പറഞ്ഞു അതുപോലെ തന്നെ നടക്കും. ഒരല്പം പോലും മാറ്റമില്ല. ദൈവത്തിന് സ്തോത്രം. നടന്നതും നടക്കുന്നതും ഇനി നടക്കാനുള്ളതും എല്ലാം ഇതിനകത്തുണ്ട്. അത് നമ്മൾ അത്ര ഭയഭക്തിയോടുകൂടി വിശ്വാസത്തോടെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി അത് എടുക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. ദൈവമക്കളെ, വചനത്തിലൂടെ സംസാരിക്കും. വചനത്തിലൂടെ നമുക്കറിയാലോ, ഇത്ര തളർന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് ഏതൊരു വിശ്വാസിയും ഒരു ദൈവാലയത്തിലേക്ക് കയറി ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് വചനം ഒന്ന് എടുക്കുമ്പോഴോ ആ വചനം സങ്കീർത്തന ഭാഗമായിരിക്കട്ടെ, പ്രവചന പുസ്തകമായിരിക്കട്ടെ, 10 മുതൽ വെളിപ്പാട് വരെ ആയിരിക്കട്ടെ, കിട്ടുന്ന വചനം നമ്മളോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നാറില്ലേ? നമ്മൾ അനുഭവിക്കാറില്ലേ? നമ്മൾ ബലപ്പെടാറില്ലേ? സൗഖ്യം പ്രാപിക്കുന്നില്ലേ? സമാധാനം പ്രാപിക്കുന്നില്ലേ? ദൈവമക്കളെ, ഈ തിരുവചനം എത്ര അത്ഭുതമാണ്. ഈ തിരുവചനത്തെക്കുറിച്ച് പറഞ്ഞ എൻ്റെ വചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം. ഓരോ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ, അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന നമുക്ക് എത്ര അനുഗ്രഹമാണ്. തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന വചനം. ഏത് ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിലും അതിന് ഉത്തരം തരുന്ന വചനമല്ലേ ഈ തിരുവചനം. ദൈവം നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം നമുക്ക് തരുമ്പോൾ നമ്മൾ എത്ര പ്രതികാര മനസ്സോടെയോ പിണങ്ങിയിരിക്കുന്ന മനസ്സോടെയോ തളർന്നിരിക്കുന്ന മനസ്സോടെയൊക്കെയാണ് ഒരു ആരാധനയ്ക്ക് കയറി ഇരിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ എല്ലാം വെടിഞ്ഞ് ഈ വചനം നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുക്കലേ. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണെന്ന് നമുക്കും അനുഭവിച്ച് പറയാൻ പറ്റില്ലേ? ദൈവമേ സ്തോത്രം. അടുത്ത വചനത്തെ നമ്മൾ കേൾക്കുമ്പോൾ അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്ന ആ വചനം. ആമേൻ. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഭരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എത്രയോ വലുതാ. വചനം ദൈവമക്കളെ ജീവിക്കുന്ന വചനമാണ്. ഇത് ജീവിപ്പിക്കുന്ന വചനമാണ്. ഇത് രോഗികളെ സൗഖ്യമാക്കുന്ന വചനമാണ്. പാപികൾക്ക് നേർവഴി കാണിക്കുന്ന വചനമാണ്. അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന വചനമാണ്. നിത്യജീവൻ പ്രാപിക്കുന്ന വചനമാണ്. ദൈവമക്കളെ, എന്തിനധികം മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി ലാസറെ പുറത്തിറക്കിയ വചനമായത്. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. തിരുവചനത്തിലെ അത്ഭുത രഹസ്യങ്ങൾ കാണാൻ നമ്മളെല്ലാവരെയും കണ്ണുകളെ കർത്താവ് പ്രകാശിപ്പിക്കട്ടെ. ഇനിയും നമുക്ക് വചനം എവിടെ പോയി നമ്മൾ ഒരു ആരാധനാലയത്തിൽ കയറിയിരുന്നോ വചനം കേൾക്കുന്നുവോ? ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിലൊരു പ്രാർത്ഥന നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വചനം എടുക്കുമ്പോൾ ഈ വചനം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ
തക്കതായ അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ശ്രദ്ധയോടെ എടുക്കാൻ, ദൈവഭയത്തോടെ, ദൈവസ്നേഹത്തോടെ, ദൈവകൃപയോടെ വചനമൊക്കെ എടുക്കുമ്പോൾ ഈ വചനം നമ്മുടെ മേൽ ക്രിയ ചെയ്യുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ദൈവമക്കളെ. അങ്ങനെ നിറഞ്ഞൊരു സാക്ഷിക്ക് കർത്താവ് എല്ലാവരും ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ തിരുവചനം ദൈവമക്കളെ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞു കിടന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന വചനമല്ലേ. നമ്മൾ എവിടെയെങ്കിലും ഒരു ഭവന പ്രാർത്ഥനയ്ക്കായിരിക്കട്ടെ, നമ്മളൊരു കൗൺസിലിങ്ങിനായിരിക്കട്ടെ, പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെടുക്കുന്ന വചനം, അവർക്ക് മുമ്പിലെടുക്കുന്ന വചനം ദൈവമക്കളെ എത്ര അത്ഭുതമാണ്. നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, അറിയാതെ കിടന്നത്, ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് പറ്റിപ്പോയ കുറവുകൾ, ദൈവകോപത്തിനിടയാക്കിയ കാര്യങ്ങൾ എന്തെല്ലാം വളരെ വ്യക്തമായിട്ട് കർത്താവ് കാണിച്ചു തരികയില്ലേ. വിശ്വസിക്കുന്ന മക്കൾക്ക് ഇത് ലഭിക്കുകയില്ലേ, നമുക്ക് തിരുത്താനിടയാകുന്നില്ലേ. നമ്മൾ ദൈവസനല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമായി തീരാൻ കർത്താവ് സഹായിക്കുന്നുണ്ടോ. വചനം കേൾക്കാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, ഈ ശുശ്രൂഷ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും വചനം കേൾക്കും, പക്ഷെ അത് ഹൃദയത്തിൽ കിടക്കുന്നില്ല. വചനം കേൾക്കാനിരിക്കുന്ന സമയത്ത് ഉറക്കവും അലസതയും കടന്നു വന്ന് വചനം കേൾക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അത് പറ്റാതെ പോകുമ്പോഴും, ആരാധനാലയത്തിൽ എന്നും ആരാധനയ്ക്ക് മുടക്കമില്ലാതെ കൂടുമ്പോഴും കർത്താവെ ഒരു ഫലം കായ്ക്കുവാനിടയാകാതെ വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുവചനം കേൾക്കുവാനും അത് ഗ്രഹിക്കുവാനും കർത്താവെ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനം നിന്റെ മക്കളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ ദൈവം സഹായിക്കണമേ. കേൾക്കുന്ന വചനത്തെ മുറുകെ പിടിക്കാൻ ഇടയാക്കണേ. ആ വചനം ഹല്ലേലൂയ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഫലം കായ്ക്കുന്ന ആത്മാവിൻ്റെ ഫലവൃക്ഷമായി തീരുവാൻ എല്ലാവരും ദൈവം സഹായിക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, പോകേണ്ട വഴി കാണിച്ചു തരുന്ന നല്ല ദൈവം കർത്താവെ, എത്ര അതിശയവും അത്ഭുതകരമായിട്ട് ആ വചനത്തിലൂടെ അടിയങ്ങളെ കേൾപ്പിക്കുന്നതും കാണിച്ചു തരുന്നതും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കർത്താവെ. തിരുവചനത്തിലെ അത്ഭുത രഹസ്യങ്ങൾ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന ദൈവമേ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നഷ്ടപ്പെട്ട കാലങ്ങളെ ഓർത്തുകൊണ്ട് അടിയങ്ങളും പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനിയുള്ള കാലം തിരുവചനത്തിലെ അത്ഭുത രഹസ്യങ്ങൾ കണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എല്ലാവരും സഹായിക്കണമേ. ആ വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ, ആ വചനത്തെ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ എല്ലാവരും സഹായിക്കണേ. ഇനി ആരാധനാലയത്തിൽ കടന്നു ചെല്ലുവാൻ ഇടയാകുമെങ്കിൽ നിന്റെ മക്കൾ കർത്താവെ, അവരായിരിക്കുന്ന ആരാധനാലയത്തിലെ വചനം ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ 30, 60, 100 മേനി വിളയുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ശൂന്യമായിട്ട് ആരാധനാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആത്മാവിൽ നിറച്ച വചനവുമായി നിന്റെ മക്കൾ ഇറങ്ങി വരുവാൻ ഹല്ലേലൂയ ദൈവം സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.